ഹായ് മക്കൾസ്, നിങ്ങളുടെ സ്കൂളിൽ പേരൻസ് മീറ്റിംഗ് കഴിഞ്ഞോ? ഇപ്പോൾ ഇന്നലെ ഒരു കുട്ടി മെസ്സേജ് അയച്ചിരുന്നു, ഇങ്ങനെ പേരൻസ് മീറ്റിംഗ് ഉണ്ട്, പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് ആക്ച്വലി ഈ പേരൻസ് മീറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ചടപ്പേക്കാം. എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ഒരു സമ്പ്രദായം, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മാർക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അതാണ് അതിൻ്റെ സത്യമായിട്ടുള്ള ഒരു ആൻസർ. നമുക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല. പേരൻസ് മീറ്റിംഗ് വരട്ടെ, ഭയങ്കര എല്ലാവർക്കും ഒരു ത്വരയൊക്കെ പേരൻസ് മീറ്റിംഗ് വരൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് മാർക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ചടപ്പായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങളെ ലാസ്റ്റ് എക്സാം, ഓണം എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം ടഫായിരുന്നു, ഭയങ്കര ടൈറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അങ്ങനെ മൊത്തത്തിൽ കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓരോ ടീച്ചേഴ്സ് നിങ്ങളെ പേരൻസ് മീറ്റിങ്ങിൽ നിങ്ങളെ രക്ഷിതാക്കളുമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ഇനി ടെൻഷനൊന്നും അടിക്കണ്ട. പിന്നെ കഴിഞ്ഞ എക്സാം അല്ലേ, ഓണം എക്സാം കഴിഞ്ഞത് കഴിഞ്ഞു, അതിന് പോട്ടെ, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത എക്സാം സൂപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യണം. അടുത്ത എക്സാമിന് വീണ്ടും എന്ത് ചെയ്യരുത്? ക്വസ്റ്റ്യൻ പേപ്പർ ടൈറ്റ് ആണ്, ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയിട്ടുണ്ട്, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്. ആ പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ രക്ഷിതാക്കളുമായിട്ട് ടീച്ചേഴ്സ് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട. പിന്നെ കഴിഞ്ഞു, ഓണം എക്സാം കഴിഞ്ഞല്ലോ, ഇനി അത് പോട്ടെ, നമുക്ക് ഇനി എന്ത് ചെയ്യണം? അടുത്ത എക്സാം സൂപ്പറായിട്ട് പ്രിപ്പയർ ചെയ്ത് അടിപൊളിയായിട്ട് മിന്നിക്കണം. അപ്പോൾ ഇനി അടുത്ത എക്സാമിനും സാർ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ടൈറ്റാണ്, പ്രശ്നമാണ്, ടഫാണ്, അങ്ങനെ ഒന്നും ഇനി പറയരുത്. പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് ചില വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇൻഫർമേഷൻ കിട്ടി, ക്വസ്റ്റ്യൻ പേപ്പർ ടൈറ്റ് ആവും, ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആവും എന്നുള്ളത് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ രീതിയിൽ അതിനെ നോക്കിക്കാണണം. അപ്പോൾ നമ്മൾ വേണ്ട മുൻകരുതലുകളും പ്രിക്കോഷൻസ് ഒക്കെ എന്ത് ചെയ്യണം? നേരത്തെ തന്നെ സെറ്റാക്കി വെക്കണം. എന്നിട്ട് നമ്മൾ സൂപ്പറായിട്ട് പഠിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, സാർ ഞങ്ങൾ ഇത് എങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കും? എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഉണ്ടോ? ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടോ? ഉണ്ട്. അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ ആണ് എന്ത്? സൈലത്തിൻ്റെ ഓൺലൈൻ ബാച്ചുകൾ. അപ്പോൾ സൈലത്തിൻ്റെ ഓൺലൈൻ ബാച്ചിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ വളരെ അടിപൊളിയാവും. ഇപ്പോൾ അഡ്മിഷൻ എടുക്കാനുള്ള കോൺടാക്ട് നമ്പർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ വേഗം എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുക, വേഗം അഡ്മിഷൻ ഉറപ്പാക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. നമുക്ക് ക്രിസ്മസ് എക്സാം എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് സെറ്റാക്കണം. സോ സീ യു സൂൺ. നിങ്ങളുടെ സ്വന്തം മറക്കൽ. ഗുഡ് ബൈ.